നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ്. പറയാൻ പോണ ഗ്രാഫ്സ് ഓഫ് പോളാർ ഇക്വേഷൻസ്. Okay, the graph of a polar equation r equal to f of theta, or more generally f of r comma theta equal to 0, is the set of all points r comma theta whose coordinate satisfies the equation. Okay, അതായത് ഒരു പർട്ടിക്കുലർ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരുടെ കളക്ഷനാണ് ഇതിലെ ഗ്രാഫ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ എക്സാമ്പിൾ നോക്കാം. സ്കെച്ച് ദി ഗ്രാഫ്സ് ഓഫ് ദ പോളാർ ഇക്വേഷൻ ആൻഡ് റീകൗൺസിൽ യുവർ റിസൾട്ട്സ് ബൈ ഫൈൻഡിങ് ദ കറസ്പോണ്ടിങ് റെക്ടാങ്കുലർ ഇക്വേഷൻസ് r equal to 2. ഓക്കെ, ആർ ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ 2 ഉദ്ദേശിക്കുന്നത് പി ഓഫ് ആർ കോമ തീറ്റ എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് ഒരു ആറിൻ്റെ വാല്യൂ 2 തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, തീറ്റയുടെ വാല്യൂ എങ്ങനെ വേണമെങ്കിൽ വേരി ചെയ്യാം. ആലോചിച്ച് നോക്കിയപ്പോൾ എന്താ വരിക? അതായത് സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് 2 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആർ ഈക്വൽ ടു തീറ്റയുടെ വാല്യൂ എവിടെ വേണമെങ്കിൽ വേരി ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ എക്സാക്ട്ലി എന്താ? സെൻറ്റർ 0 ആയിട്ടുള്ള രീതിയിലുള്ള x² + y² = 2² എന്ന് വെച്ചാൽ 4. x² + y² = 4 എന്നാണ് അതിൻ്റെ ഇക്വേഷനായിട്ട് മാറാൻ പോകുന്നത്. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? തീറ്റ ഈക്വൽ ടു 2π/3. തീറ്റ ഈക്വൽ ടു 2π/3 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ആറിൻ്റെ വാല്യൂ എന്ത് വേണേൽ വേരി ചെയ്യാം, തീറ്റയുടെ വാല്യൂ എത്രയാണ്? 2π/3 ആണെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ലൈനാണ് വിത്ത് ആംഗിൾ എന്ത് 2π/3 ആംഗിൾ വരുന്ന രീതിയിലുള്ള ഒരു ലൈന്. ആ ലൈനിൽ ആറിൻ്റെ വാല്യൂ ഏത് വേണേൽ വേരി ചെയ്ത് വരാം. അപ്പോൾ ലൈൻ്റെ ഇക്വേഷൻ അറിയണമെങ്കിൽ നമുക്ക് എന്ത് നോക്കണം? നമുക്കറിയാം y/x = ആരാ? ടാൻ തീറ്റയാണ്. തീറ്റ ഇവിടെ 2π/3 ആണ്. അപ്പോൾ ടാൻ ഓഫ് 2π/3 = y/x ആണ്. എന്ന് വെച്ചാൽ y/x = -√3. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ്റെ കൺഫേം ലൈൻ്റെ സ്ലോപ്പ് എത്രയാണ്? -√3 ആണ്. അതായത് y = -√3x ആണ് ഇക്വേഷൻ വരാൻ പോകുന്നത്. സ്കെച്ച് ദി ഗ്രാഫ് ഓഫ് ദി പോളാർ ഇക്വേഷൻ r = 2 sin theta. Find a corresponding rectangular equation and reconcile your results. Okay, the following table അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പർട്ടിക്കുലർ വാല്യൂസ് കൊടുത്തിട്ട് എത്രയാണ് വരിക എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാവുന്ന സൈൻ തീറ്റയുടെ വാല്യൂസ് നോക്കിയിട്ട്. അപ്പോൾ 0 0 ആവും അല്ലേ? സൈൻ 0 0 ആണ്. π/6 കൊടുത്തു കഴിഞ്ഞാൽ 2 × 1/2 ആയിരിക്കും, അപ്പോൾ 1 വരും. π/4 ആകുമ്പോൾ 1/√2 ആണ് വാല്യൂ. സോ 2 × 1/√2 √2 ആവും. ദറ്റ് മീൻസ് 1.41 സംതിങ് ആണ്. അതുപോലെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടാണ് താഴെ ടേബിൾ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ r = sin 2θ എന്ന് പറയുന്നത് ആ പോയിൻറ്റുകളെല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. പോയിൻറ്റുകളെല്ലാം പ്ലോട്ട് ചെയ്ത് ഏകദേശം ഒരു കുറവ് വരയ്ക്കുന്നു. ഓക്കെ, സോ r = 2 sin θ ആണ്. സോ r² നടത്തുന്നത് വരും 2r sin θ വരും. നമുക്കതറിയാം r² = x² + y² ആണെന്നറിയാം അല്ലേ? ദാറ്റ് ഈസ് y = r sin θ ആണ്. സോ x² + y² = 2y ആണ് അല്ലേ? കാരണം ആറിൻ്റെ ഇക്വേഷനാണ് x² + y². r = 2 sin θ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? r² = 2r sin θ. മൊത്തം രണ്ട് സൈഡും r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. r = 2 sin θ രണ്ട് സൈഡും r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ r² 2r sin θ എന്നായി മാറി അല്ലേ? അതായത് പക്ഷേ r² ഒരു x² + y² കൊടുക്കാം. r sin θയ്ക്ക് വരും y റീപ്ലേസ് ചെയ്യാം. ദാറ്റ് മീൻസ് x² + y² = 2y ആണ്. ദാറ്റ് മീൻസ് x² + y² - 2y = 0. അതിലെന്ത് ചെയ്യാം? +1 ഒരു -1 ആഡ് ചെയ്ത് മാറ്റാം. ദാറ്റ് മീൻസ് അതിന് എന്താക്കി മാറ്റാം? x² + y - 1 2 = 1 എന്നുള്ള രീതിയിൽ മാറ്റാം. ദാറ്റ് മീൻസ് എന്തായി മാറിയത്? ദിസ് ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0,1 ആൻഡ് റേഡിയസ് 1 ആണ്. സിമ്മെട്രി ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ടെസ്റ്റ് ഫോർ സിമ്മെട്രി നോക്കുക എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. Symmetry with respect to polar axis. Just the use of symmetry is helpful from graphing rectangular equations. Okay, r, θ എവിടെ കിടക്കുക? r, θ എവിടെ കിടക്കുക? അതായത് എക്സാക്ട്ലി അതിൻ്റെ ആ പോളാർ ആക്സിസ് വെച്ചിട്ടുള്ള റിഫ്ലക്ഷനാണ് r, θ എന്ന് പറയുന്നത്. ഈ സിമ്മെട്രി വിത്ത് റെസ്പെക്ട് ടു ലൈൻ θ = π/2 എന്താ ഉണ്ടാവുക? r, θ പറഞ്ഞ വാല്യൂ കറസ്പോണ്ടിങ് അതിൽ ഇപ്പുറത്തുള്ള റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് വെച്ച റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആ θ = π/2 വെച്ചിട്ടുള്ള റിഫ്ലക്ഷൻ പോയിൻ്റാണ് ആ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. സിമ്മെട്രി വിത്ത് റെസ്പെക്ട് ടു പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് നേരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ടെസ്റ്റ് ഫോർ സിമ്മെട്രി പറയുന്നുണ്ട്. ദ ഗ്രാഫ് ഓഫ് r = f of θ is symmetric with respect to the polar axis if the equation is unchanged when θ is replaced by -θ. ഓക്കെ, അതായത് തീറ്റയും -θ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇക്വേഷന് മാറ്റം വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സിമ്മെട്രിക് എബൌട്ട് പോളാർ ആക്സിസ് ആണെന്നുള്ളതാണ്. ഓക്കെ.
The graph of r equal to f of theta is symmetric with respect to the vertical line theta equal to pi by 2 if the equation is unchanged when theta is replaced by pi minus theta. So equation തീറ്റയ്ക്ക് വരും പൈ മൈനസ് തീറ്റ കൊടുത്തിട്ടും മാറ്റം വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വിച്ച് ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ ലൈൻ ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ വിച്ച് ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദ പോൾ ആവണമെങ്കിൽ എന്ത് വേണം? when the r is replaced by minus r and theta is replaced by theta plus pi കൊടുത്താലും എന്ത് ചെയ്യാൻ പാടില്ല? അൺചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ നോക്കുക. കൺസിഡർ ദി ഇക്വേഷൻ ആർ ഈക്വൽ ടു 2 സൈൻ തീറ്റ. ഓക്കെ, എഫ് ഓഫ് തീറ്റ ഈക്വൽ 2 സൈൻ തീറ്റ ആണ്. ഇതെന്താ? എഫ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ത് വരും? 2 ഇൻറ്റു സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ ആവും. അപ്പോൾ എന്താ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ മാറ്റം വരില്ല, അത് 2 സൈൻ തീറ്റ തന്നെയായി, എഫ് ഓഫ് തീറ്റ തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ജിസ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പ്രകാരം ജിസ് വെർട്ടിക്കൽ ലൈൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 കോറസ്പോണ്ടിങ് ആയിട്ട് എന്താണത്? സിമെട്രിക് ആണെന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, sketch the graph of the polar equation r equal to 1 plus cos theta. This is the polar form of the rectangular equation x raised to 4 minus 2x cube plus 2x square y square minus 2xy square minus y square plus y raised to 4 equal to 0 of the cardioid just mentioned at the beginning of the section. സോ കാർഡിയോയിഡ് ഇക്വേഷൻ ഇത്രയും വലിയൊരു ഇക്വേഷൻ ആണ്. അത് പ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പമല്ല. പക്ഷേ അതിന് പോളാർ ഇക്വേഷൻ വന്നിട്ടുണ്ട് ആർ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ ആണ്. സോ അതിൻ്റെ ഐഡിയാസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അതിനെ പ്ലോട്ട് ചെയ്യാൻ പോകുന്നു. എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ ആണ്. നോക്കുക, തീറ്റയ്ക്ക് ഒരു മൈനസ് തീറ്റ കൊടുത്താൽ എന്തുണ്ടാവും? എഫ് ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു 1 പ്ലസ് കോസ് ഓഫ് മൈനസ് തീറ്റ. അതിന് അൺചേഞ്ച്ഡായി മാറി അല്ലേ? കോസ് തീറ്റ ഒരു ഓഡ് ഫംഗ്ഷനാണ് കോസ് എക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. ദറ്റ് ഈസ് എഫ് ഓഫ് മൈനസ് തീറ്റ എന്ത് തന്നെയായി മാറി? എഫ് ഓഫ് തീറ്റ തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. സോ എന്ത് കിട്ടി നമുക്ക്? ഓട്ടോമാറ്റിക്കലി ആർ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി പോളാർ ആക്സിസ് ആണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആക്സിസിൻ്റെ പോളാർ ആക്സിസിൻ്റെ മുകൾ ഭാഗത്ത് എങ്ങനെയാണോ ഗ്രാഫ് വരുന്നത് അതിൻ്റെ അതേപോലെ തന്നെയാണ് താഴ്ഭാഗത്ത് വരിക എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വി നീഡ് ഓൺലി ടു ഒബ്റ്റെയിൻ ദ പാർട്ട് ഓഫ് ദ ഗ്രാഫ് ബിറ്റ്വീൻ 0 ആൻഡ് തീറ്റ ഈക്വൽ ടു പൈ അല്ലേ? മുകൾ ഭാഗത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ തീറ്റ 0 തൊട്ട് പൈ വരെ വരുന്ന പോർഷൻ. അതേപോലെ പോർഷൻ റിപ്പീറ്റ് ചെയ്താൽ മതി താഴേക്കുള്ള പോർഷനിൽ. Now sketch the graph of r equal to 1 plus cos theta, 0 less than equal to theta less than equal to pi. We can proceed as we did in the example 5. അപ്പോൾ നമ്മൾ കുറച്ച് വാല്യൂസ് പ്ലോട്ട് ചെയ്യാൻ നോക്കുന്നു. അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക. As the theta increases from 0 to pi, the points on respective rays shrink to 0. നോക്കുക, 1 പ്ലസ് കോസ് തീറ്റയിൽ എന്താ സംഭവിക്കണമെന്നുള്ളത് 0 കൊടുക്കുമ്പോൾ ഉണ്ടാവും വാല്യൂ 1 ആയിരിക്കും. കോസ് തീറ്റയുടെ കോസ് 0 കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 വാല്യൂ 2 ആണ് അല്ലേ? ഇനി അടുത്ത പോയിന്റിൽ എന്താ ഉണ്ടാവുക? പൈ ബൈ 4 കൊടുക്കുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി പൈ ബൈ 4 കൊടുത്താൽ 1 പ്ലസ് റൂട്ട് 2 ആയിരിക്കും അല്ലേ? 1 പ്ലസ് 1 ബൈ റൂട്ട് 2. അടുത്ത എന്താ ഉണ്ടാവുക? അടുത്തത് പൈ ബൈ 2ൽ എന്തുണ്ടാവും? കോസ് പൈ ബൈ 2 0 ആണ്. സോ 1 ആയിരിക്കും വാല്യൂ. പൈ ബൈ 2 1 ആണ് വാല്യൂ വരാൻ പോകുന്നത്. അടുത്തതിൽ 3 പൈ ബൈ 4 കൊടുക്കുമ്പോൾ 1 മൈനസ് റൂട്ട് 2. ആ വാല്യൂസാണ് ഇവിടെ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി തീറ്റ ഈക്വൽ ടു പൈ ആകുമ്പോൾ എന്തുണ്ടാവും? കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ 1 പ്ലസ് -1 0 ആണ്. സോ ഇവിടെ സംഭവിച്ചത് എന്താ? നമ്മുടെ ഗ്രാഫ് പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? 0യിൽ നിന്ന് പൈയിലോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് വാല്യൂസ് കുറഞ്ഞാണ് പോയിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ രീതിയിലൂടെ ചിത്രത്തെ വരച്ചിട്ടുള്ളത്. ഇതാണ് കാർഡിയോയിഡിൻ്റെ ഷേപ്പ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. അത് അത്ര ക്ലാരിറ്റിയിൽ നമുക്ക് 2-3 പോയിൻറ്റ്സ് നോക്കി എക്സാക്ട്ലി ഈ രൂപത്തിലാണ് വരിക എന്നുള്ളത് പറയാൻ കിട്ടില്ല. സോ നിർബന്ധമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഇതിൻ്റെ ഗ്രാഫ് എന്താണെന്നുള്ളത് ദയവായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഗ്രാഫ് കിടക്കണമെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കാർഡിയോയിഡിന് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുപോലെ പറയുക. എഫ് ഓഫ് തീറ്റ സിമെട്രിക് എന്നുള്ള കാര്യം പറയുക. തീറ്റയുടെ വാല്യൂസ് കൊടുക്കുക. തീറ്റയുടെ വാല്യൂസ് കൊടുത്തിട്ട്
ഏതൊക്കെ വാല്യൂ വരുന്നുണ്ടെന്നുള്ളതൊന്ന് പറയുക. 0 to പൈ വരെയുള്ള വാല്യൂസിലെ വേരിയേഷൻ എന്താണെന്ന് പറയുക, എന്നിട്ട് ചിത്രവും വരച്ച് വയ്ക്കുക. ഓക്കെ, അടുത്ത ടാസ്ക് ദി ഗ്രാഫ് ഓഫ് ദി പോളാർ ഇക്വേഷൻ ആർ ഈക്വൽ ടു 2 cos 2 തീറ്റ. സോ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളിലും കുറച്ച് വാല്യൂസ് മാത്രമേ കിട്ടുള്ളൂ. എക്സാക്ട് ഫിഗർ നമുക്ക് വരയ്ക്കാൻ പറ്റണമെങ്കിൽ എന്തെന്നെ വേണം, നമുക്ക് ഫിഗർ അറിഞ്ഞിരിക്കുക തന്നെ വേണം സത്യത്തിൽ. റൈറ്റ്, എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 2 cos 2 തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ. എഫ് ഓഫ് മൈനസ് തീറ്റ കോസിൻ്റെ ആയതുകൊണ്ട് മാറ്റം വരാൻ പോകുന്നില്ല, സോ സിമെട്രിക് ആയിരിക്കും. എഫ് ഓഫ് പൈ മൈനസ് തീറ്റയും കൊടുത്ത് നോക്കണം, അതും മാറ്റം വന്നില്ല. സോ എന്ത് കിട്ടി, ഓട്ടോമാറ്റിക്കലി സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് പോളാർ ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ ലൈൻ തീറ്റ ഈക്വൽ ടു π/2. സോ ഒരു സൈഡ് മാത്രം മതി, 0 തൊട്ട് π/2 വരെയുള്ള മാത്രം കിട്ടിയാൽ മതി, ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. സോ ആ വാല്യൂസ് കൊടുത്തിട്ടുള്ള വാല്യൂസാണ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവുക. ഈ ഗ്രാഫിൽ അതാണ് ആർ ഈക്വൽ എഫ് ഓഫ് തീറ്റ ട്രീറ്റിംഗ് ആർ ആൻഡ് തീറ്റ ആസ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്. ഓക്കെ, റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആയി കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് π/2 വരുമ്പോൾ എത്രയാണ് വാല്യൂ വരിക, 0 വരുമ്പോൾ എത്രയാണ് വാല്യൂ വരിക, π/4 വരുമ്പോൾ എത്രയാണ് വാല്യൂ വരിക, അങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഏകദേശം ഒരു കർവ് ഇപ്പുറത്തേക്ക് വരച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഈ ഷേപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, 4 സൈഡിലോട്ടും ഉള്ള രീതിയിൽ. ഓക്കെ, ദിസ് ഗ്രാഫ് ഈസ് കാൾഡ് 4-leaved rose. കാരണം സിമെട്രിക് ആയിരുന്നു, അതുകൊണ്ടാണ് ആ രീതിയിൽ വരച്ചിട്ടുള്ളത്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ ഫിഗർ അറിയാതെ വരയ്ക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അതിനനുസരിച്ച് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതുപോലെ ലെമനിസ്കേറ്റിന് സെയിം പരിപാടി ചെയ്തിട്ടുണ്ട്. ആദ്യം ലെമനിസ്കേറ്റിന് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, പോളാർ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. x² + y² ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 × x² - y² ആണ്. സോ അതിനെന്താക്കി, r² ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 × r² cos² θ - r² sin² θ. സോ 4r² ഈക്വൽ ടു cos² θ - sin² θ എന്ന് വെച്ചാൽ r⁴ ഈക്വൽ ടു 4r² cos 2 θ എന്ന് വെച്ചാൽ r² ഈക്വൽ ടു 4 cos 2 θ. 4 cos 2 θ. ഓക്കെ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തി എഫ് ഓഫ് മൈനസ് തീറ്റ എഫ് ഓഫ് തീറ്റ ആയി മാറിയിട്ടുണ്ട്, എഫ് ഓഫ് പൈ മൈനസ് തീറ്റ എഫ് ഓഫ് തീറ്റ ആയിട്ടുണ്ട്. സോ അതിന് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, വാല്യൂസിൻ്റെ എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 2 × √cos 2 θ. അപ്പോൾ നമ്മൾ നെഗറ്റീവ് പാർട്ട് cos 2 θ നെഗറ്റീവ് വരുന്ന പോർഷൻസ് ഒഴിവാക്കിയിട്ടാണ് ആംഗിൾസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂസ് നോക്കി അതിൻ്റെ ഗ്രാഫ് ഈ രൂപത്തിലാണ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെയ്യാൻ നിങ്ങൾക്ക് നിർബന്ധമായും ചെയ്യേണ്ട കാര്യം ലെമനിസ്കേറ്റിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. തുടക്കത്തിൽ സിമെട്രിയുടെ കാര്യങ്ങളും ഇക്വേഷൻ്റെ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യണമൊക്കെ പറയുക, എന്നിട്ട് 2-3 വാല്യൂസും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഗ്രാഫ് വരച്ച് വെക്കുക. ഓക്കെ, ഇവിടെ ലെമനിസ്കേറ്റിൻ്റെ ഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്, കാർഡിയോയിഡിൻ്റെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ 4-leaved റോസിൻ്റെ ഗ്രാഫിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടാൻജൻറ്റ് ലൈൻസ് ടു ഗ്രാഫ്സ് ടു പോളാർ ഇക്വേഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.